ലക്ഷ്മിയുടെ ഉപദേശം ഫലം കണ്ടു എന്ന് തന്നെ പറയാം. അതായത് ഷാനവാസിനോട് സംസാരിക്കാൻ പോകുന്നുണ്ട് ആദില. അനീഷും ഷാനവാസുമായിട്ട് രാവിലെ നല്ലൊരു ഉടക്കിലായിരുന്നു. അതിനുശേഷം ആദില വന്ന് ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഷാനവാസിന് ആദിലയും നൂറയെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദില സംസാരിക്കാൻ വരുമ്പം ക്ഷമയോടെ നിന്ന് കേൾക്കുന്നുണ്ട്. ആദില പറയുന്നുണ്ട്, ഇതൊരു ഗെയിമാണ്, അത് മനസ്സിലാക്കണം. ഞാൻ ചിലപ്പം ഷാനവാസിക്ക് നോമിനേറ്റ് ചെയ്തെന്ന് വരാം, അതുപോലെ ഇക്കയ്ക്ക് എന്നെയും നോമിനേറ്റ് ചെയ്യാം. ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കുന്നതാണ് നല്ലത്. ഗെയിം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ പറ്റൂ. പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് തെറ്റില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇക്കയോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് മറ്റാരോടും ഇല്ലാത്തൊരടുപ്പം ഇക്കയോട് കാണിച്ചത് പോലും. അതേസമയം ഷാനവാസും പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നെവിൻ്റെ കേസിൽ ഞാൻ ചുമ്മാ ബലിയാടായത്. ഈ ഹൗസിലേക്ക് വരണമെന്ന് പോലും എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കിയ ആ ഇമേജിന് കോട്ടം തട്ടുമെന്ന് പേടിച്ചിട്ട് ഞാൻ വരാതിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗെയിമിനെ കുറിച്ചൊന്നും അധികം അറിയത്തില്ല. മാപ്പ് പറയുന്നത് പോലെ പറയുന്നുണ്ടെങ്കിലും ആദില വ്യക്തമാക്കി പറയുന്നില്ല ഷാനവാസിക്കെ നോമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യം. ഇവർ നോമിനേറ്റ് ചെയ്തു എന്നുള്ള വിഷമമാണ് ഷാനവാസിനെ വല്ലാതെ അലട്ടുന്നത്. എന്തായാലും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ ഉപദേശം ഫലം കണ്ടു എന്ന് തന്നെ പറയാം. കാരണം ലക്ഷ്മി ഇന്നലെ ചെന്ന് ആദിലെ നൂറെ ഉപദേശിച്ചിരുന്നു. എന്ത് പറഞ്ഞാലും ഷാനവാസിക്കായ്ക്ക് പുറത്ത് നല്ല ഫാൻ പേജ് ഉണ്ട്, അതുകൊണ്ട് അയാളെ വെറുപ്പിക്കുന്നത് നിങ്ങൾക്ക് ദോഷമേ ചെയ്യുള്ളൂ. അതിൻ്റെ ബേസിൽ ആദില ഷാനവാസിനോട് പറയുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ഫാൻ പേജ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല നമ്മൾ മൂന്നാളും ഫ്രണ്ട്സ് ആയത്. ഇവിടെ പലരും നല്ല ഫാൻ പേജ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് പലരോടും ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത്. ഞാൻ അങ്ങനല്ല. ഗെയിമിൻ്റെ പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ ഇനി ആരെ നോമിനേറ്റ് ചെയ്യുമെന്നും ആർക്കെതിരെ കളിക്കുമെന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. അതിനേക്കായി നല്ലത് ഇൻഡിവിജ്വലായിട്ട് ഇന്ന് കളിക്കുന്നതാണ്. അപ്പം ഫ്രണ്ട്ഷിപ്പും ബന്ധവും സ്വന്തവും ഒന്നും നോക്കേണ്ട വരത്തില്ലല്ലോ.